ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പോത്ത് ഇൻഡെക്സിനെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഫ്രൈഡേ ഇന്ന് എക്സ്പയറി കഴിഞ്ഞു. എക്സ്പയറിനെ ആസ് യൂഷ്വൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. എക്സ്പയറിയിൽ വലിയ മൂവ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തായിരുന്നു. തംബ്നെയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫൈസ് ഓൺ ലീവ്, ഫൈസ് ഓൺ ക്രിസ്മസ് ലീവ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീക്ക് ഫുൾ അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി വോള്യൂം വളരെ ഡല്ലായിരിക്കും. സ്ലോ മൂവ് ഉണ്ടാകും. വലിയ ഹ്യൂജ് മൂവ്മെൻറ്റ് നമുക്ക് കാണാം. നമുക്ക് കിട്ടാറില്ല. യൂഷ്വലി അങ്ങനെയാണ് ഈ വീക്ക് അങ്ങനെ തന്നെ. അതാണ് ലാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ബോക്സ് ഞാനിപ്പോൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ട്രേഡിങ് നടക്കുന്നുള്ളൂ. സോ ഇനി അപ്കമിങ് ഡേയ്സിൽ നിന്ന് ശ്രദ്ധിക്കാത്തത് കണ്ടോ, ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് കണ്ടോ പ്രൈസ്. അപ്പോൾ ഈ റേഞ്ചിന് പറയാം 650 to 850 എന്ന് പറഞ്ഞാൽ 200 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. കണ്ടോ, ലോ 650 ആൻഡ് ഹൈ 850. സോ ഈ റേഞ്ചിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ഫർദർ അപ്കമിങ് മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. ബട്ട് സസ്റ്റെയിൻ ആവണം. മേ ബി ട്രാപ്പ് ചെയ്ത് താഴേക്ക് വന്ന് പിന്നടിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ടു, അല്ലെങ്കിൽ മുകളിലേക്ക് പോയാൽ താഴേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെ ട്രാപ്പിംഗ് നടക്കാറുണ്ട് യൂഷ്വലി. ബട്ട് ഇനി ഈ മന്ത് ഐ തിങ്ക് ലാസ്റ്റ് 3 ഡേയ്സ് കൂടിയേ ഉള്ളൂ ട്രേഡിങ്ങിൻ്റെ. നാളെ മൺഡേ ആൻഡ് ട്യൂസ്ഡേ. സോ മേ ബി ഒരു മൂവ് വരാൻ ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. എൻ്റെ ഇപ്പം ഹെൽത്ത് അത്രയ്ക്ക് ബെറ്റർ അല്ല. പനിയായിരുന്നു, വേറെ പ്രത്യേകിച്ച്. പക്ഷേ 2-3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, ഓട്ടം കൂടുതലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വീക്ക്നെസ് ആണ്, മാറിയിട്ടില്ല. എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് പെർഫെക്റ്റ്ലി ലെവൽസ് ഓർ വീഡിയോസ് കുറച്ചുകൂടി ലോങ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇതിനകത്ത് പറയാനിപ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചാൽ, മെയിൻ നമുക്ക് ഈ ലെവൽസാണ് നമ്മുടെ മെയിൻ. ഇത് കൊണ്ടോ ഇന്നും ഞാൻ ഈ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു യെസ്റ്റർഡേ വീഡിയോയിൽ. കറക്റ്റ് അവിടെ നിന്നാണ് റിജക്ഷൻ കിട്ടിയേക്കുന്നത്. ആൻഡ് ബൈങ് ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ തന്നെയാണ്. ജസ്റ്റ് ഒരു പോയിൻറ്റ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി അത് തന്നെയാണ്. സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ താഴെ ഈ സപ്പോർട്ടൊന്ന് തിക്കാക്കി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി പ്രൈസ് താഴേക്ക് വന്നാലും ബൈങ് തന്നെ വരും. ബട്ട് സഡൻ ആയിരിക്കും. ഇന്ന് വന്ന പോലെ തന്നെ ആയിരിക്കും മൂവ്. മേ ബി നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് മുകളിൽ പോയാലും അതിന് റിജക്ഷൻ കിട്ടാൻ ചാൻസസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ പ്രൈസ് സ്ലോലി പിന്നെ മുകളിൽ പോയി ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്കമിങ് മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് 23,865 ഈ ഒരു ഹൈ 65-70 കൂട്ടിക്ക് അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. ഓക്കെ, എന്നിട്ടാണ് ഫർദർ മൂവ്. ഡൗൺ സൈഡ് മൂവ് ഇതിൻ്റെ ബിലോ മാത്രമേ താഴേക്ക് നമുക്ക് കിട്ടുള്ളൂ. 650 ബിലോ മാത്രമേ. പിന്നെ ഇവിടെ സപ്പോർട്ട് ഉണ്ടായി, ഞാൻ എന്തായാലും വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ബിലോ തന്നെയാണ്. സോ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ അപ്കമിങ് ഡേയ്സിൽ. ഫ്രൈഡേ ചിലപ്പോൾ നാളെ ഫ്രൈഡേ സെൻസെക്സ് എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂവ് പോസിബിളാണ്. ബട്ട് അത്രയ്ക്ക് ഹ്യൂജ് അല്ല, ബട്ട് യെസ് പോസിബിളാണ്. അത് നമുക്ക് നാളെ ഡേറ്റ എങ്ങനെ ഡെവലപ്പ് ആവുന്നത് അനുസരിച്ചായിരിക്കും ഫർദർ. ഞാൻ പിന്നെ എന്തായാലും ഇന്ന് ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്നും മോർണിംഗ് ഈ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഈ ലോ ആൻഡ് ഇവിടെ ഒരു സൈഡ് വേസ് ആയിരിക്കും മാർക്കറ്റ്. അതുകൂടിയൊക്കെ ഞാൻ ഇത് പറഞ്ഞായിരുന്നു. ലാസ്റ്റിൽ ഞാൻ ഒരു കമൻറ്റ് കൂടി ഇട്ടായിരുന്നു. 23,780 അബവ്. ഈ ഒരു ലാസ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അബവ് മാത്രമേ ഫർദർ അപ്സൈഡ് ഉള്ളൂ അത് ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നു. കാരണം ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടിട്ട് യൂഷ്വലി എല്ലാവരും ചാടാറുണ്ട്. സോ ലിക്വിഡിറ്റി സ്വീപ്പായി ഓക്കെ, ബട്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാതെ പ്രൈസ് പോവില്ല മുകളിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇനി നാളെ ഇൻ കേസ് നമുക്ക് ചെറിയൊരു എന്തെങ്കിലും സ്കാൽപ്പ് ആയിപ്പ് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ, ഈ റെസിസ്റ്റൻസ് അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ അപ്കമിങ് മൂവ് അവിടെ വരെ കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കണം, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ നിഫ്റ്റിയിൽ ഒരു പ്രത്യേകിച്ച് പറയാനില്ല. ബാങ്ക് നിഫ്റ്റിയിൽ വരിക. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രേക്ക് ഔട്ട് മോർണിംഗ് തന്നെ ആയി. അത് റിജക്ട് ചെയ്ത് വീണ്ടും താഴേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്ര വലിയ ലിക്വിഡിറ്റി വോള്യൂം മാർക്കറ്റിലില്ല, വളരെ കുറവാണ്. ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ട്രേഡ് ചെയ്യാൻ കേട്ടോ. ഇനി നമ്മുടെ നമ്മുടെ ഇനി ഒരു റെസിസ്റ്റൻസ്, മെയിനായിട്ട് റെസിസ്റ്റൻസ് ഇതാണ് 51,710. ഇതായിട്ട് വരും ഈ ഒരു ലോ. നല്ല റെസിസ്റ്റൻസ് ആണ്.
700 10 years. ഓക്കെ 51,400 എന്തായാലും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ബട്ട് അത് ഇന്നൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇന്നത്തെ ഹൈ 1 hour ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് ഫുള്ള് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ പോയാൽ വീണ്ടും അവിടെ നിന്ന് ഒരു സെൽ ഓഫ് ജനറേറ്റ് ആവാനുള്ള നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ പ്രൈസ് ശ്രദ്ധിക്കണം. നാളെ പ്രൈസ് അബവ് പോയാലും സെൽ ഓഫ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇനി സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നതാണ് 51,050 ആണ് സപ്പോർട്ട്. ഓർ ഇന്നത്തെ ഈ ലോയിലേക്ക് പോകാം. ബട്ട് ഈ ഒരു പ്രൈസ് 51,050 ആക്കിക്കാം. പിന്നെ ബിലോ പ്രൈസ്, പിന്നെ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ആകും. താഴെ ഈ ഒരു ലോ ശ്രദ്ധിക്കണം. ദെൻ അഗെയിൻ ഫർദർ ഫോൾ താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റി നാളെ ഐ തിങ്ക് നാളത്തെ വീക്ക്ലി ക്യാൻഡലിൻ്റെ ക്ലോസിങ് നല്ലൊരു ക്ലോസിങ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ വീക്ക് എൻഡും ആണ്, മന്ത് ഓൾമോസ്റ്റ് എൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാൻഡിൽ കൂടി മെയിൻ ഇതായിരിക്കുള്ളൂ. സോ ഇയറിൻ്റെ ലാസ്റ്റ് വീക്ക് കൂടിയാണ്. സോ ഓവറോൾ നാളെ എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഹെവി അല്ലെങ്കിൽ ബട്ട് യെസ് എന്തെങ്കിലും നല്ല അത്യാവശ്യം നല്ലൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം, ബാക്കി ഡേയ്സിനേക്കാളും ബെറ്റർ ആയിട്ട്. സോ നാളെ ഐ തിങ്ക് ട്രേഡ് ചെയ്യാം, കുറച്ചുകൂടി ബെറ്റർ ഒരു ട്രേഡ് കിട്ടുമായിരിക്കും. ഇന്നൊരു ലാസ്റ്റ് പോയ കുറച്ച് ഡേയ്സ് ആയിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഐ തിങ്ക് നാളെ ട്രേഡ് കിട്ടുമായിരിക്കും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.